ഐ ആം സോ എംബാരസ്ഡ്. ഐ ആം നോട്ട് എ റിയൽ പേഴ്സൺ യെറ്റ്. നമ്മൾ എല്ലാവരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും. ചിലപ്പോൾ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുണ്ടാകും. ഒരു യഥാർത്ഥ വ്യക്തിയിലേക്കുള്ള പരിണാമം അത് എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ലെന്ന്. അതിനി എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നടക്കാൻ പോകുന്നില്ലെന്നും തോന്നാം. നോവ ബൊംബാക്കിന്റെ ഫ്രാൻസിസ് ഹായും ആ പരിണാമത്തിനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു യഥാർത്ഥ വ്യക്തിയാവാനുള്ള യാത്രയിലാണ് ഗ്രെറ്റ ഗർവിഗ് അവതരിപ്പിച്ച ഫ്രാൻസിസ് ഹാ എന്ന ഫ്രാൻസിസ് ഹാൽഡേ. ഇരുപത്തിയേഴ് വയസ്സുള്ള ഫ്രാൻസിസ് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് സോഫിക്കൊപ്പം ന്യൂയോർക്കിലാണ് താമസിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ സോഫിയും ഫ്രാൻസിസും തമ്മിൽ വളരെ അടുപ്പത്തിലാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകും. അവരുടെ ഊണും ഉറക്കവും ഒരുമിച്ചാണ്. അതെ, പിരിയാനാവാത്ത ഉറ്റ സുഹൃത്തുക്കൾ. വി ആർ ദ സെയിം പേഴ്സൺ വിത്ത് ഡിഫറെന്റ് ഹെയർ എന്നാണ് സോഫിയെ കുറിച്ച് ഫ്രാൻസിസ് പറയാറ്. ശരിക്കും ഇതൊരു റൊമാൻറ്റിക് സിനിമയാണെന്ന് പറയാവുന്നതാണ്. കാരണം ഫ്രാൻസിസിന് സോഫിയോട് അകമഴിഞ്ഞ പ്രണയമാണ്. അതുകൊണ്ടാണ് ബോയ് ഫ്രണ്ട് ഫ്രാൻസിസിനോട് അയാൾക്കൊപ്പം മൂവ് ഇൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ അവൾ സോഫിയെ വിട്ട് വരാൻ സാധിക്കില്ലെന്ന് തുറന്നു പറഞ്ഞത്. പക്ഷേ അപ്രതീക്ഷിതമായി സോഫി അവളുടെ അപ്പാർട്ട്മെന്റിൽ നിന്നും മൂവ് ഔട്ട് ചെയ്യുമ്പോൾ ഫ്രാൻസിസിന്റെ ജീവിതം കൺമുന്നിൽ തകർന്നു പോകുന്നു. മറുവശത്ത് സോഫി അവളുടെ ജീവിതവുമായി മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത്. അവർക്കിടയിൽ പതിയെ ദൂരം കൂടുന്നു. സോഫി ഈസ് റെഡി ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇൻ ലൈഫ്. എന്നാൽ ഫ്രാൻസിസിന് അതിന് സാധിക്കുന്നില്ല. സോഫി അപ്പാർട്ട്മെന്റിൽ നിന്ന് പോയതോടെ ഒറ്റയ്ക്ക് വാടക കൊടുക്കാനാവാതെ ഫ്രാൻസിസ് അവിടെ നിന്ന് ഇറങ്ങുന്നു. പിന്നീട് സിനിമയിലുടനീളം നമ്മൾ കാണുന്നത് മറ്റ് പല സുഹൃത്തുക്കൾക്കൊപ്പം മുറി പങ്കിടുന്ന ഫ്രാൻസിസിനെയാണ്. ഫ്രാൻസിസ് ഒരു ഡാൻസറാണ്. പക്ഷെ ആരെങ്കിലും എന്താണ് നീ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസിന് കൃത്യമായൊരു ഉത്തരമില്ല. അവൾ അങ്ങനെയാണ്. ഒന്നിലും കോൺഫിഡൻസോ വ്യക്തതയോ ഇല്ല. ഫ്രാൻസിസിന്റെ ജീവിതം ശരിക്കും സോഫിയെ ചുറ്റിപ്പറ്റിയായിരുന്നു. അതിലൊരു മാറ്റം സംഭവിക്കുമെന്ന് അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ആ മാറ്റത്തെ അഡാപ്റ്റ് ചെയ്യാൻ ഫ്രാൻസിസിന് സാധിക്കാതിരുന്നത്. ജീവിതം എല്ലാ തരത്തിലും അവളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്, ട്വിസ്റ്റ് ആൻഡ് ടേണുകൾ കൊണ്ട്. ഡാൻസ് കമ്പനിയിൽ ക്രിസ്മസ് ഷോ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെടുമ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹായയാവുകയാണ് അവൾ. ഇതോടെ ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ നിന്നും ഫ്രാൻസിസിന് ഇറങ്ങേണ്ടി വരുന്നു. ഇനി എന്തെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഒരു രക്ഷപ്പെടൽ എന്ന തരത്തിൽ സ്വന്തം നാടായ സാക്രമെന്റോയിലേക്ക് അവൾ പോകുന്നത്. എന്നാൽ അവിടെയും അവൾക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിയുന്നില്ല. ന്യൂയോർക്കിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസിന് ഡാൻസ് കമ്പനിയിലെ റേച്ചൽ എന്ന സുഹൃത്ത് അവളുടെ അപ്പാർട്ട്മെന്റിൽ ഇടം നൽകുന്നു. സോഫി ഇപ്പോൾ പാച്ച് എന്ന വ്യക്തിയുമായി പ്രണയത്തിലാണ്. അതും കൂടി ആയതോടെ സോഫി പൂർണ്ണമായും ഫ്രാൻസിസിൽ നിന്ന് അകലുന്നു. അകന്നു എന്നതിനേക്കാൾ സോഫി അവളുടെ ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ശരി. സോഫി ടോക്കിയോയിലേക്ക് പാച്ചിനൊപ്പം താമസം മാറുകയാണെന്ന് റേച്ചലിന്റെ വീട്ടിൽ വെച്ചാണ് ഫ്രാൻസിസ് അറിയുന്നത്. റേച്ചലിന്റെ വീട്ടിൽ നടക്കുന്ന പാർട്ടിയിൽ വെച്ച് ഇത് മനസ്സിലാക്കുന്ന ഫ്രാൻസിസ് എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നു എന്ന് ചിന്തിക്കുന്നു. ഒരുപക്ഷെ സോഫി അവളോട് ടോക്കിയോയിലേക്ക് പോകുന്ന കാര്യം പറയാതിരുന്നതിനേക്കാൾ തന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന ചിന്തയാണ് ഫ്രാൻസിസിന് ഉണ്ടാകുന്നത്. അവിടെ വെച്ച് എങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ് തനിക്ക് വേണ്ടതെന്ന് ഫ്രാൻസിസ് എല്ലാവരോടുമായി പറയുന്നു. ഇറ്റ്സ് ദാറ്റ് തിങ് when you are with someone and you love them and they know it and they love you and you know it, but it's a party and you are both talking to other people and you are laughing and shining and you look across the room and catch each other's eyes, but not because you are possessive or it's precisely sexual, but because that is your person in this life. അങ്ങനെ ഒരാളും അങ്ങനെ ഒരു ബന്ധവുമാണ് ഫ്രാൻസിസ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അതൊരിക്കലും അനുഭവിക്കാൻ ഫ്രാൻസിസിന് സാധിച്ചിട്ടില്ല. സ്വാഭാവികമായ മാറ്റങ്ങൾ ജീവിതത്തിൽ വരാത്തതിനാൽ ഫ്രാൻസിസ് സ്വയം ഒരു മാറ്റത്തിനായി പാരീസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. സാധാരണ സിനിമകളിൽ നായിക പാരീസിലേക്ക് പോകുമ്പോൾ അവളുടെ ജീവിതം തന്നെ മാറി മറിയുന്നതാണ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളത്. എന്നാൽ ഇവിടെ അതും സംഭവിക്കുന്നില്ല. പാരീസിലെത്തി അവളുടെ സുഹൃത്തുക്കളുമായി കണക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫ്രാൻസിസിന് ആരെയും കാണാൻ സാധിക്കുന്നില്ല. സാധാരണ ഒരു ദിവസം പോലെ പാരീസിലെ ആ ദിവസവും ഫ്രാൻസിസിന് മുന്നിലൂടെ കടന്നു പോകും. ന്യൂയോർക്കിൽ തിരിച്ചെത്തിയ ഫ്രാൻസിസ് വീണ്ടും നാട്ടിലേക്ക് പോകുന്നു. തന്റെ കോളേജിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നു. അവിടെ വെയിട്രസ് ആയി താൽക്കാലികമായി ജോലി ചെയ്യുന്നു. അങ്ങനെയെങ്കിലും തന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഫ്രാൻസിസ് ഇതെല്ലാം ചെയ്യുന്നത്. അതുമല്ലെങ്കിൽ പഴയ കാലത്തേക്ക്, അതായത് ജീവിതം ഇത്ര കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത ആ കാലത്തേക്ക് തിരിച്ചു പോകാനുള്ള ശ്രമമാണ് അവൾ നടത്തുന്നത്. നാട്ടിൽ വെച്ച് അപ്രതീക്ഷിതമായി സോഫിയെ കാണുന്ന ഫ്രാൻസിസ് അവൾ പാച്ചുമായി എൻഗേജ്ഡ് ആണെന്ന് മനസ്സിലാക്കുന്നു. അന്ന് രാത്രി ഇരുവരും പഴയതുപോലെ ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടന്നുറങ്ങുകയും ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു.
എന്നാൽ രാവിലെ ആയപ്പോൾ സോഫി വീണ്ടും പാച്ചിനടുത്തേക്ക് തന്നെ മടങ്ങി പോവുകയാണ്. കാരണം സോഫിയുടെ പ്രയോറിറ്റി ഇപ്പോൾ പാച്ചാണ്. അതിനർത്ഥം സോഫിക്ക് ഫ്രാൻസിസിനെ ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ ഫ്രാൻസിസ് ഇപ്പോഴും ആ പഴയ കാലത്തേക്ക് തന്നെ മടങ്ങി പോകാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് സാധ്യമല്ലെന്ന് സ്വയം തിരിച്ചറിയുന്നിടത്താണ് ഫ്രാൻസിസിന്റെ ജീവിതം മാറുന്നത്. നാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ ഫ്രാൻസിസ് ഡാൻസ് കമ്പനിയിൽ കോറിയോഗ്രാഫറായി ജോയിൻ ചെയ്യുന്നു. ഡാൻസറാണ് താൻ എന്നതിനപ്പുറത്തേക്ക് അവൾ മാറി ചിന്തിക്കാൻ ആരംഭിച്ചിരിക്കുകയാണ്. സോഫിയുമായുള്ള തന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങാനാവില്ലെന്ന തിരിച്ചറിവിലേക്ക് അവൾ എത്തുന്നു. സിനിമയുടെ അവസാനം ഫ്രാൻസിസും സോഫിയും ഒരു പാർട്ടിയിൽ വെച്ച് പരസ്പരം നോക്കി ചിരിക്കുന്ന ഒരു സീനുണ്ട്. ഇരുവരും മറ്റാരോടോ സംസാരിക്കുകയാണ്. പക്ഷെ അതിനിടയിലും സോഫിയും ഫ്രാൻസിസും കണ്ണുകൾ കൊണ്ട് മിണ്ടുന്നു. അതിലൂടെ ജീവിതത്തിൽ സോഫി ഇപ്പോഴും അവളുടെ പേഴ്സൺ തന്നെയാണെന്ന് തിരിച്ചറിവിലേക്ക് ഫ്രാൻസിസ് എത്തുന്നു. തുടക്കത്തിൽ പറഞ്ഞതുപോലെ റിയൽ പേഴ്സൺ ആകാനുള്ള തയ്യാറെടുപ്പിലാണ് ഫ്രാൻസിസ് ഹാ ഇപ്പോൾ. അവൾ മാറ്റത്തെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ജീവിതത്തിന്റെ ട്വിസ്റ്റ് ആൻഡ് ടേണുകളെ നേരിടാൻ തയ്യാറായിരിക്കുന്നു. ഒരു പെർസ്പെക്റ്റീവ് ജീവിതത്തിൽ വന്നിട്ടുണ്ട് അവൾക്ക്. അതെ, അവൾ സ്വയം കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസിസ് ജീവിതത്തെ എംബ്രേസ് ചെയ്യാൻ തുടങ്ങുകയാണ്. നോവയുടെ ഫ്രാൻസിസ് ഒരു പക്ഷേ ഒരിക്കലും റിയൽ പേഴ്സൺ ആകില്ലായിരിക്കും. പക്ഷെ തീർച്ചയായും അവൾ ഇനി ജീവിതത്തെ കാണുന്നത് അവളുടെ കണ്ണുകളിലൂടെ ആയിരിക്കും. അവൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടായിരിക്കും ഫ്രാൻസിസ് ഹാ ഇനി ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്.